വേദിയിരിക്കുന്ന ആദരണീയനായ എ.പി. അബൂബക്കർ മുസ്ലിയാർ അവർകളെ, പ്രിയങ്കരനായ അധ്യക്ഷൻ എൻ.വി. അബ്ദുൾ റസാഖ് സഖാഫി, അതുപോലെ തന്നെ പ്രിയങ്കരനായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സാഹിത്യോത്സവ് അവാർഡ് സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയങ്കരനായ എം.എ. റഹ്മാൻ, ബഹുമാനപ്പെട്ട തോപ്പിൽ മുഹമ്മദ് മീരാൻ, എ.പി. കരീമാജി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയ ആദരണീയരായ മറ്റ് നേതാക്കന്മാർ, സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, SSFന്റെ 22ാമത് സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ചു സമയം ഈ വേദിയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കഴിഞ്ഞ 19 വർഷമായി SSFന്റെ ഇതേ രീതിയിലുള്ള സാഹിത്യോത്സവത്തിൽ എവിടെയെങ്കിലും, അതായത് ഒന്നുകിൽ സംസ്ഥാന സമ്മേളനത്തിൽ, അല്ലെങ്കിൽ ജില്ലയിലെ, അല്ലെങ്കിൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും എന്റെ സാന്നിധ്യം അറിയിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അന്നും ഇന്നും കാണുന്ന വലിയൊരു വ്യത്യാസമാണ് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആലോചിച്ചിരുന്നത്. അന്ന്, അതായത് ഞാൻ ആദ്യമായി SSFന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനോട് വന്നപ്പോ, അല്ലെങ്കിൽ പിന്നെ ആ സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ, അത് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അത് വളരെ വിപുലമായിട്ട്, മഹത്തരമായിട്ടത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അന്ന് വളരെ കുറച്ച് ആൾക്കാർ, ഇന്ന് എത്രയോ വിപുലമായ രീതിയിൽ പല പല പരിപാടികളും നടത്തുന്നു. ആയിരക്കണക്കിന് സ്റ്റേജുകൾ കൂടി കടന്നുകൊണ്ടാണ് നാളെ ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അന്ന് ഇത്രയധികം സ്റ്റേജുകൾ ഉണ്ടായിരുന്നില്ല. അന്ന് വളരെ കുറച്ച് കലാരൂപങ്ങൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അതിനൊക്കെ വ്യത്യസ്തമായി ധാരാളം വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുന്നു. ഇന്നത് വളരെ വലിയൊരു രീതിയിലേക്ക് മാറണം. അന്നും ഇന്നും കാണുന്ന ഒരു മാറ്റമില്ലാത്തൊരു കാര്യം, ഇതിന്റെ സംഘാടക മികവാണ്, ഇതിന്റെ അച്ചടക്കമാണെന്നും പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, നമ്മുടെ ഇന്ന് നടക്കുന്ന നമ്മളെ കോളേജ് ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിനിടയിലുള്ള പല പല പദ്ധതികൾ, കാര്യങ്ങൾ നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ ഉയർന്നു വരികയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നമുക്കുണ്ടായി. പഠനവും അതേ രീതിയിൽ തന്നെ വലിയ രീതിയിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ മറ്റുള്ള കാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വലിയ ഉയർച്ചകൾ എല്ലാ ഭാഗത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ചീത്ത കാര്യങ്ങളും ഇതേ രീതിയിലുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പഴയ കാലത്ത് ഒരു വിദ്യാർത്ഥിനിയെ കുറെ വിദ്യാർത്ഥികൾ ജീപ്പ് പിടിച്ചു കൊല്ലുന്ന ഒരു സ്ഥിതി നമ്മൾ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. ഇന്ന് വിദ്യാർത്ഥികൾ പഴയ വിദ്യാർത്ഥികളെക്കാളൊക്കെ എത്രയോ വളരെ വലിയ രീതിയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അവർക്ക് വലിയ കഴിവുകളുണ്ട്. പക്ഷെ ഒരു ഭാഗത്ത് ഇതേ രീതിയിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾ മതി മുഴുവൻ വിദ്യാർത്ഥികളുടെയും സൽപ്പേര് പിന്നെ ഇല്ലാതാക്കാൻ. നമ്മളെ കാലം മാറി, പഴയ രീതിയല്ല. ജനം പറയുന്നത് എന്താ, അല്ലെങ്കിൽ ലോകം പറയുന്നത് എന്താ, 2025 2030 ആവുമ്പോഴേക്കും ഇന്ത്യ രാജ്യമായിരിക്കും ലോകത്തെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഇന്ന് അമേരിക്ക ആയിരുന്നു, അമേരിക്കയെ പിന്തള്ളിക്കൊണ്ട് ചൈന വന്നു. പഴയ കാലത്ത് റഷ്യ, അമേരിക്ക ആരാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അമേരിക്കയെ പിന്തള്ളിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തള്ളിക്കൊണ്ട് ചൈന സ്ഥലത്തേക്ക് വരുന്നു. GDP-യുടെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത് ചൈന തന്നെയാണ്. നമ്മുടെ അമേരിക്കയൊക്കെ പിന്തള്ളിക്കൊണ്ട് അമേരിക്കയായിരുന്നു 1 സ്ഥാനം, അത് ചൈന ഏറ്റെടുത്ത് 2ാം സ്ഥാനത്തേക്ക് അമേരിക്ക മാറി. ഇന്ത്യ 5ാം സ്ഥാനത്ത് നിന്നും 3ാം സ്ഥാനത്തേക്ക് വന്നു. നമ്മളിങ്ങനെ കുതിച്ചു വരിക. ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന സാമ്പത്തികമായി മറ്റുള്ള രീതിയിൽ ഇന്ത്യയാണ് നിയന്ത്രിക്കുക എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, വലിയ വലിയ സയന്റിസ്റ്റുകൾ പറയുന്നത് നമുക്ക് വി ഹാവ് എക്സസ് യൂത്ത്, നമ്മുടെ അടുത്താണ് ചെറുപ്പക്കാരുള്ളതാണ്. ചൈനയിൽ ധാരാളം പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ ചൈനയിൽ നിർബന്ധമായിട്ടുള്ള കുടുംബാസൂത്രണ നിയമപ്രകാരം ഒരു പുരുഷനും ഒരു സ്ത്രീക്കും 4 പാരന്റ്സിനെ നോക്കേണ്ട സ്ഥിതി വരുന്നു. ഭാര്യയുടെയും ഭർത്താവിന്റെയും രക്ഷിതാക്കളെ നോക്കണം. അപ്പൊ അവർക്ക് മറ്റുള്ള കാര്യത്തിന് സമയം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള ക്രിയേറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ അവരിങ്ങനെ താമസിച്ചു പോകുന്നു. ഇന്ത്യ രാജ്യം അത് മുതലാക്കുന്നു.
ഇന്ത്യ രാജ്യമായിരിക്കും ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന വലിയ ശക്തി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അതിന്റെ അടയാളങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങിയില്ല. വെറുതെ കുറെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകളോ പറയുന്നതല്ല. അതിന്റെ കൃത്യമായിട്ടുള്ള അടയാളങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങി. ചന്ദ്രയാൻ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ ചൊവ്വയിലേക്ക് പോയി. ഒരു രാജ്യത്തിനും ഈ ലോകത്ത് നേടാൻ കഴിയാത്ത രീതിയിലുള്ള ആദ്യത്തെ പ്രാവശ്യം തന്നെ നമ്മൾ സക്സസ്ഫുൾ ആയി. നമ്മൾ വിജയിച്ചു. അത് മാത്രമല്ല, നമ്മൾ ആ വിജയം എങ്ങനെ ഏറ്റവും ചെറിയ സംഖ്യക്ക് നമ്മൾ ചെലവ് വളരെ ചുരുക്കാം. മറ്റേ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ പോയതിനേക്കാളൊക്കെ എത്രയോ കുറവ് സംഖ്യ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ചന്ദ്രയാൻ അയച്ചത്. നമ്മള് അവര് തമാശയായി പറയുന്ന ഒരു അമേരിക്കൻ മൂവി ഉണ്ടാക്കിയതിനേക്കാളും ചെറിയ സംഖ്യക്കാണ് നമ്മൾ ചൊവ്വയിലേക്ക് നമ്മുടെ സ്പേഡ അയച്ചത്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ലോകത്ത് വെച്ച് 10 വലിയ കമ്പ്യൂട്ടർ കമ്പനികൾ നമ്മൾ തെരഞ്ഞെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 10 കമ്പ്യൂട്ടർ കമ്പനികളിൽ 8 എണ്ണം ഇന്ത്യയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യക്കാര് ആയിരിക്കും അതിന്റെ ഹെഡുകൾ. അത്രത്തോളം നമ്മൾ ഉയരത്തിലെത്തി. ഏതൊരു വലിയ കണ്ടുപിടുത്തത്തിന്റെ പിന്നിലും ഇപ്പൊ ഇന്ന് ഇന്ത്യക്കാരാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു രീതിയിലേക്ക് ഇന്ത്യ രാജ്യം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിക്കുന്ന ഈ ലോകം തന്നെ മാറി മറിയാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം, ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കാര്യം, പഴയ കാലത്ത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ ഈ പറയുന്ന ആ കാലഘട്ടങ്ങൾ എന്തായിരുന്നു നമ്മുടെ സ്ഥിതി? വളരെ മോശമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളന്ന് കൂടുതലും റിക്ഷക്കാര് അല്ലെങ്കിൽ വീട് തെറിപ്പുകാര് അല്ലെങ്കിൽ അതേപോലെ താഴ്ന്ന ജോലി, വെള്ളം കോരികളും മറ്റു രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മരം വെട്ടുന്ന ആൾക്കാരും ആ ഒരു രീതിയിലേക്കായിരുന്നു അന്ന്. ഇന്നതല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഏതൊരു മുക്കിലും മൂലയിലും ചെല്ലുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, എല്ലാ ഭാഗത്തും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല ഡോക്ടർമാരുടെ, നല്ല നല്ല എഞ്ചിനീയർമാർ, നല്ല നല്ല സയന്റിസ്റ്റുകൾ ഏതൊരു ഭാഗത്ത് ചെല്ലുകയാണെങ്കിലും ന്യൂനപക്ഷങ്ങൾ വളരെ വലിയ രീതിയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ഭാഗത്തുള്ള കമന്റുകൾ വരുന്നു, മുസ്ലിങ്ങൾക്ക് കൊണ്ടുകൂടെ ജീവിക്കാൻ പറ്റില്ല, അവരെ നമ്മൾ നിർബന്ധ വന്ധ്യംകരണം നടത്തണം, അല്ലെങ്കിൽ അവരുടെ ഇല്ലാതാക്കണം, അവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കണം എന്നൊക്കെ പല പല ഭാഗത്തു നിന്നുള്ള കമന്റുകൾ വരും. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. പക്ഷേ മുസ്ലിങ്ങൾ ആ പഴയ രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ വലിയ രീതിയിലേക്ക് ഉയരാനുള്ള കാരണം SS പോലുള്ള സംഘടനകളാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ജനങ്ങളെ വിദ്യാഭ്യാസ രീതിയിലേക്ക് കൊണ്ടുവരാം. വിദ്യാഭ്യാസം മാത്രമാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഒരു ആവറേജ് കണക്ക് നമ്മൾ 70 വയസ്സാണെങ്കിൽ, സർവേ പ്രകാരം 70 വയസ്സ് വരെ ഒരാൾ ജീവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ മറ്റുള്ള കാര്യങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ 70 വയസ്സ് വരെ ഒരാൾ ജീവിക്കുമ്പോൾ 25 വയസ്സും 25 കൊല്ലം അദ്ദേഹം ഉറങ്ങാം. ബാക്കി പഠിക്കാന്, കുളിക്കാന്, യാത്ര ചെയ്യാന്, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ ആകെ നമുക്ക് കിട്ടുന്നത് 70 വയസ്സിൽ 12 വർഷമാണ്. മിച്ചം 12 വർഷം. അതാണ് നമുക്ക് മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന ആകെയുള്ള കൊല്ലം. 20% കുറവ്. 70 വയസ്സ് വരെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ 25 വർഷം അദ്ദേഹം കിടന്നുറങ്ങുന്നു, റെസ്റ്റ് എടുക്കുന്നു. വിനോദത്തിനും ഭക്ഷണം കഴിക്കാനും മറ്റുള്ള പഠനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെലവഴിക്കുന്ന ബാക്കിയുള്ള സമയം വെച്ച് നോക്കുകയാണെങ്കിൽ വെറും 12 വർഷമാണ് നമുക്ക് മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒഴിവ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കാലത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ആൾക്കാരെ തയ്യാറാക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു. നമ്മൾ ഒരു സംശയമില്ല, 2025 ആകുമ്പോഴേക്കും നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികൾ പഴയ പോലെയല്ല. പഴയ കാലത്ത് ഒരു 10 വർഷം മുമ്പേ അല്ലെങ്കിൽ 15 വർഷം മുമ്പേ കോളേജിൽ നിന്നൊക്കെ തിരിച്ച് പുറത്തിറങ്ങുന്ന ആൾക്കാർ സർട്ടിഫിക്കറ്റ് തൊക്കിൽ വെച്ചുകൊണ്ട് ഓരോരോ സ്ഥലത്തേക്കും പോകണം, ജോലി ഉണ്ടോ എന്ന് അന്വേഷിച്ചു, അല്ലെങ്കിൽ ഗൾഫിലേക്ക് വിസ ഇട്ടോ എന്ന് അന്വേഷിക്കണം. ഇന്ന് നമ്മളെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചു. പ്രധാനമായിട്ടുള്ള എല്ലാ കോളേജുകളിലും വന്ന് വലിയ വലിയ കമ്പനികൾ ജോലി ചെയ്യാനുള്ള വിദ്യാർത്ഥികൾ അവിടുന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകും. പുറമെ ചിലപ്പോ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലേക്ക് ആള് വരുന്ന രീതിയിലേക്ക് എത്തുന്ന പറയുന്നത്.
നാം വേണ്ടത് മണല് അവരുടെ നിർബന്ധമാണ്. അവര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു രീതിയിലേക്കുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയൂ. എല്ലാ സൗകര്യങ്ങളും ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ആ സൗകര്യങ്ങൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് പല മറ്റുള്ള സംഘടനകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടങ്ങളിൽ നല്ലതേത് ഗുണമുള്ളതേതെന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അതൊരു സംശയവുമില്ല. കഴിഞ്ഞ 10-22 വർഷമായി SSF വളരെ നല്ല നിറവേറ്റുന്നുണ്ട്. അത് ഇനിയും ആ രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. അഭിവന്ദനങ്ങൾ. അസ്സലാമു അലൈക്കും.